നമസ്കാരം. മുത്ത് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഓക്കെ. ഹലോ. സരിത പറയടി. എന്ത്? ഇന്നലെ ഞാൻ വരാത്തതാ. ഇപ്പം ഞാൻ വന്നത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, മഴ എന്നെ അനുവദിച്ചില്ല. മഴക്കാലം അല്ലേ എടീ. അത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് മഴയായി. അതെ. ഞാൻ പിന്നെ കുട ചൂടി. കുടയെടുത്ത് നിവർത്തി പിടിച്ചത് മാത്രം അറിയാം, കുട മൊത്തവും ചോർച്ച. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊരു വീട്ടിലേക്ക് കയറി നിന്ന്. ആ വീട്ടിൻ്റെ കടവരാന്തയായിരുന്നു. ആ കടവരാന്ത മുഴുവനും ചോർച്ച. അതും കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മഴ തോന്നപ്പോൾ ഞാനൊന്ന് നടന്നങ്ങ് പോയി. പിന്നെ പിടിച്ചു കൊടുത്ത് വീണ്ടും വലിയൊരു മഴ. എവിടെയും കയറി ഇരിക്കാൻ പറ്റാതെ ചോർച്ചയായിരുന്നു. കുടയ്ക്ക് അല്ല പിന്നെ തല നനയണ്ടെന്ന് വിചാരിച്ചാണ് കുട പിടിക്കുന്നത്. എവിടെയും കയറി ഇരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നിട്ടോ അങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പ് കണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്ന്. ബസ് സ്റ്റോപ്പ് ഫുള്ള് നനയുന്നു. തലയിലും വെള്ളം വീണ് എർഷിലും അടിച്ച് അതങ്ങനെ വീണ്ടും നടന്നങ്ങ് പോയി. ഞാൻ കുറേ ഭാഗം അങ്ങ് നടന്നു പോയി. ഫുള്ള് നനഞ്ഞ്. ബസ്സിൽ കയറേണ്ട ബസ് സ്റ്റോപ്പ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ കയറി നിന്ന്. അവിടെ ഇങ്ങനെ തന്നെയായിരുന്നു. ബസ്സിൽ കയറിയിടി ഞാൻ. എനിക്ക് നെടുമങ്ങാട് പോകണമായിരുന്നു. ബസ്സിൽ കയറിയിരുന്ന് ബസ് ഫുള്ള് ചോർച്ച. ഒന്നുകിൽ ഓല കെട്ടണം, അല്ലെങ്കിൽ സീറ്റ് വാങ്ങിച്ചടിക്കണം. ആ ഒരവസ്ഥയിലാണ് ഗവൺമെൻറ് ബസ്. ട്രാൻസ്പോർട്ട് ബസ്സിൽ തന്നെ പോയത്. ഞാൻ അവിടെ നിന്നും കുറേ കൂടെ ദൂരെ പോയി. ഒത്തിരി ദൂരം ചെന്ന് മഴയൊന്ന് തോർന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ സമയമായപ്പോൾ മഴ തോർന്നു. ഇറങ്ങിയിടി, പിടിച്ചു കൊടുത്ത് മഴ. എന്നിട്ടോ അതാണ് ഞാൻ പറഞ്ഞത്. കുട പിടിച്ചപ്പോൾ കുടയ്ക്ക് ചോർച്ച. കുട ചോർച്ച കാരണം കടവരാന്തയിൽ കയറിയിരുന്നു. അപ്പോൾ കടയ്ക്ക് ചോർച്ച. അത് കാരണം ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു. ബസ് സ്റ്റോപ്പിന് ചോർച്ച. അത് കാരണം ബസ്സിൽ കയറി, ബസ്സിനും ചോർച്ച. ഇങ്ങനൊരു അനുഭവം നിനക്കുണ്ടായോ? എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇപ്പോൾ ഇട്ട ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കേടി. ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായെങ്കിൽ അത് നിങ്ങൾ ഞാനുമായി ഷെയർ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. ചങ്ങാതിമാരെ, ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. നമ്മുടെ കുട ഒക്കെ മഴ നനഞ്ഞാൽ നിവർത്തി സൂക്ഷിക്കില്ല. നമ്മളങ്ങനെയൊക്കെ കൊണ്ടങ്ങ് വയ്ക്കും. പെട്ടെന്നുള്ള സാഹചര്യത്തിൽ മടക്കി വയ്ക്കും. അത് പിന്നോട് ചോർച്ചയാവും. ബസ് സ്റ്റോപ്പും അങ്ങനെ തന്നെയാണ്. കടവരാന്തയും ജീവിതത്തിൽ വീടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബസ്സിൽ കയറുമ്പം ബസ്സും. നല്ല കാറൊന്നും ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ബൈക്കും കോട്ടും ഇല്ലാത്ത ആൾക്കാർ, ഇങ്ങനെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണാൻ, എങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ, ഫുൾ സപ്പോർട്ടും. ഓക്കെ ആണല്ലോ. എല്ലാവരും എന്നോടൊപ്പം ചേരുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നോട് വിജയം. അതുകൂടെ നിങ്ങൾക്കും അറിയാം. അതിനപ്പുറം എനിക്കും അറിയാം. ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെയൊക്കെ കമൻറ്റും ലൈക്കും. കമൻറ്റ് എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ചിലപ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ലയോ, എൻ്റെ സംസാരം നല്ലതല്ലയോ, ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ശരിയല്ലയോ, എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാം. നല്ലതിനോട് യോജിക്കും. നല്ല അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുമല്ല, തെറ്റുകൾ കണ്ടാൽ തിരുത്തി തന്നാൽ അതും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴും ഒരവസ്ഥ ഞാനും എടുക്കട്ടെ നിങ്ങളോടൊപ്പം. ഓക്കെ, നിങ്ങൾക്കും ആ അവസ്ഥ എന്നോട് വിളിച്ച് പറയാം. ഓക്കെ, താങ്ക്സ്.
താങ്ക്സ്, വെരി വെരി താങ്ക്സ്.